ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെ യാദൃശ്ചികമായി കിട്ടിയ ഒരു വീഡിയോയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് നൽകുന്നത്. സത്യത്തിൽ ഇന്ന് ഞാൻ വേറൊരു വീഡിയോയാണ് ചെയ്ത് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചത്. അതിനുവേണ്ടി ഇടുക്കി വരെ പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്, അതായത് 1-2 പേരുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് പോയിരുന്നത്. പക്ഷേ ആ പോകുന്ന വഴിയിൽ ഏതാണ്ട് മുണ്ടക്കയം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് അവരുടെ ഫോൺ കോൾ വരുന്നു. അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ തരുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ അവർ പല കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. എന്തായാലും അവർ ഒറ്റ മറുപടി തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂ തരാൻ താല്പര്യമില്ല, അതുകൊണ്ട് താങ്കൾ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞു. ഞാൻ പല രീതിയിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കി, പക്ഷേ നടന്നില്ല. എന്തായാലും ഞാൻ അങ്ങനെ തിരിച്ച് മുണ്ടക്കയത്ത് വന്നു. മുണ്ടക്കയത്ത് വന്ന് വളരെ ആശങ്കയോടെ ഞാൻ അവിടെ നിൽക്കുകയാണ്. കാരണം ഞാൻ ഓൾറെഡി വളരെ ദൂരത്തു നിന്നാണ് ഈ ഇടുക്കി ഈ ഭാഗത്തേക്ക്, അതായത് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഇടുക്കിയുടെ ഒരു ഭാഗത്തേക്ക് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ പകുതി വഴിക്ക് വെച്ച് സംഭവങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ ഞാൻ ആശങ്കയിലായി. ഇനി എന്ത് ചെയ്യും? ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരികയും ചെയ്തു, മറ്റൊരു കണ്ടന്റ് എനിക്ക് എൻ്റെ മുമ്പിലില്ല. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ആരോ കൊണ്ട് തന്നതുപോലെ ഒരാശയം വന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരാളെക്കുറിച്ച് ഓർത്തു പോയത്. ആരെയാണെന്നറിയാമോ? മലയാളത്തിലെ മഹാനടൻ എന്ന് വിശേഷിപ്പിക്കുന്ന നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ചലച്ചിത്രതാരം അനശ്വരനായ ശ്രീ തിലകൻ ചേട്ടൻ്റെ ഓർമ്മ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. മുണ്ടക്കയമാണ് തിലകൻ ചേട്ടൻ്റെ ജന്മദേശം. അവിടെ നിന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ ഓർത്തു. അപ്പോൾ എൻ്റെ മനസ്സിലൊരാശയം വന്നു, തിലകൻ ചേട്ടൻ ജനിച്ചു വളർന്നതൊക്കെ ഈ മുണ്ടക്കയത്തെ ഏതോ ഒരു ഭാഗത്താണ്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. എങ്കിൽ പിന്നെ ആ വീടൊന്ന് പോയി കാണാം, അവിടെ ആരെങ്കിലും ഉണ്ടോ, എന്താണ് ആ വീടിൻ്റെ സ്ഥിതി എന്നൊന്നറിയാം. അങ്ങനെയായി എൻ്റെ ചിന്ത. അപ്പം ഞാൻ കരുതി, ഇതിനായിട്ട് ഞാൻ ആരെയാണ് ചെന്ന് കാണേണ്ടത്? എനിക്ക് ഒരു പരിചയമില്ല, മുണ്ടക്കയത്ത് എനിക്ക് ആരെയും പരിചയമില്ല, പ്രത്യേകിച്ച് തിലകൻ ചേട്ടനുമായി ബന്ധപ്പെട്ട് ആരെയും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ തൊട്ട് മുന്നിലായിട്ട് കുറച്ച് ദൂരത്ത് ഈ റബ്ബറിൻ്റെയൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു ഷോപ്പ് ഞാൻ കണ്ടു. നല്ല പ്രായമുള്ള ഒരു ചേട്ടനോട് ഇരിപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നു. അദ്ദേഹം കണക്ട് ചെയ്തു തന്ന ആൾക്കാരിലൂടെ ഒടുവിൽ ഞാൻ മുണ്ടക്കയത്തെ തിലകൻ ചേട്ടൻ്റെ ആ പഴയ വീട്ടിലേക്ക് ഞാൻ ചെല്ലുന്നു. അതായത് തിലകൻ ചേട്ടൻ ജനിച്ചു വളർന്ന ആ വീട്ടിലേക്ക് ഞാൻ ചെല്ലുന്നു. അവിടെ ചെന്ന് 1-2 പേരെ ഞാൻ പരിചയപ്പെട്ടു. അവരാണ് എനിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്ത തിലകൻ ചേട്ടൻ്റെ, ചിലരെ വളരെ അപൂർവമായി കേട്ടിട്ടുണ്ടാവാം, പക്ഷേ ഭൂരിഭാഗം പേർക്കും അറിയില്ല, ആ തിലകൻ ചേട്ടൻ്റെ ഒരു അനുഭവ കഥ കൂടി ഞാൻ അവിടെ നിന്ന് നിങ്ങളോട് പറയാം. ഓക്കെ? ഈ കഥ ഇങ്ങനെ അധികം ആർക്കും അറിയത്തില്ല. ഓ ശരി. തിലകൻ ചേട്ടൻ്റെ കൂടെ പഠിച്ച, തിലകൻ ചേട്ടൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ വീടാണത്. അങ്ങ് കാണുന്നത്. അപ്പോൾ എന്നെ കൊണ്ടുവന്ന ആൾ ഓട്ടോച്ചേട്ടനെ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും. പിന്നെ അങ്ങനെ ആ ഓട്ടോക്കാരൻ ചേട്ടൻ ഇവിടെ ഈ ജംഗ്ഷനിൽ, ഇതൊരു ജംഗ്ഷനാണെന്ന് വേണമെങ്കിൽ പറയാം, പണ്ട് കാലത്തൊരു വലിയ ജംഗ്ഷനായിരുന്നെന്നാണ് പറയുന്നത്, ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ കുറേ ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റി. അപ്പോൾ ഇവരാണ് എനിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് തന്നത്. തിലകൻ ചേട്ടൻ്റെ വീട് ഇവിടെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റാണ്. അദ്ദേഹം ഇപ്പോൾ വരും. ഉടനെ തന്നെ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്തത് ഇദ്ദേഹമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് തന്നത്. പേരെങ്ങനെയായിരുന്നു? ബിജു. ചേട്ടൻ്റെ പേര്? ഓക്കെ. പിന്നെ ഈ ചേട്ടനായിരുന്നു എന്നെ ഓട്ടോയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ചേട്ടൻ്റെ മുഖം കാണുന്നില്ല, ഇരുട്ടായതുകൊണ്ട്. പേര്? ബാബു. നല്ല മനോഹാരിത നിറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ വന്നപ്പം
ഇതൊക്കെ കാണിച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് ബിജു എന്ന് പറഞ്ഞ ആ ചേട്ടൻ പറഞ്ഞത് ഇവിടെ തിലകൻ ചേട്ടൻ്റെ പേരിൽ ഒരു പാർക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പാർക്കൊന്നും പ്രവർത്തിക്കുന്നില്ല. ഈ സ്ഥലത്തിനും ഇവിടെ ഒരു പാർക്കിനും ഒക്കെ തിലകൻ ചേട്ടൻ്റെ പേരായിരുന്നു ഇട്ടിരുന്നതെന്നൊക്കെ ആയിരുന്നു ആ ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കാത്തു നിന്ന ആ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിനെയാണ് നമ്മൾ കാത്തു നിന്നത്. അദ്ദേഹമാണ് തിലകൻ ചേട്ടനോടൊപ്പം പഠിച്ച ആൾ. ബാക്കിയൊക്കെ ചേട്ടനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞാൻ ചേട്ടനെയും പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുകയായിരുന്നു. പേരെങ്ങനെയായിരുന്നു? ദാമോദരൻ. ദാമോദരൻ. ഇപ്പൊ എന്ത് ചെയ്യുന്നു ചേട്ടൻ? ഇപ്പൊ ഞാനിവിടെ ഈ മടക്കടയായിട്ടിരിക്കുക. തിലകൻ ചേട്ടന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു? അതെ അതെ. അതെയോ? അതെ അതെ. എത്രാം ക്ലാസ് മുതൽ? ഞങ്ങൾ 3ാം ക്ലാസ് മുതൽ. 3ാം ക്ലാസ് മുതൽ? ഓക്കെ. തിലകൻ ചേട്ടൻ എത്ര വയസ്സ് വരെ ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ പിന്നെ ഇവിടുന്ന് സിനിമ നാടക ലോകത്തേക്കാണ് ആദ്യം പോകുന്നത്. മുണ്ടകത്തെ ഒരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു ഇവർക്ക്. ആ നാടക ട്രൂപ്പിൽ കൂടി അവർ പിന്നെ തിലകൻ സാറ് കാളിദാസ കലാകേന്ദ്രയിൽ കയറുന്നു. അവിടുന്ന് പിന്നെ സിനിമാ ലോകത്തേക്ക് പോകുന്നു. സിനിമാ ലോകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെ കാണാനായിട്ട് വർഷത്തിൽ 2 പ്രാവശ്യം വരുമായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് ഇവിടെ എവിടെയായിട്ടാണ്? വീട് കുറച്ച് മേളിലായിട്ട് വരും. മുകളിലായിട്ട്. നമുക്ക് അങ്ങോട്ട് പോയാൽ കാണാൻ പറ്റുമോ? പിന്നെ കാണാം. അവിടെ ഇപ്പൊ ആരാ ഉള്ളത്? അവിടെ ഇപ്പോൾ അസിസ്റ്റന്റ് മാനേജരാ, കമ്പനിയുടെ ഈ ഡിവിഷനിലെ അസിസ്റ്റന്റ് മാനേജരാ. അത് കമ്പനിയുടെ വീടായിരുന്നോ? കമ്പനിയുടെ വീടാണ്. പുള്ളിയുടെ ഫാദർ ഇവിടുത്തെ ഫീൽഡ് ഓഫീസർ ആയിരുന്നു. ഓ അങ്ങനെ. ഈ ഡിവിഷൻ മുഴുവൻ ഭരണച്ചുമതല പുള്ളിയുടെ ഫാദറിനായിരുന്നു. അത് ശരി. കേശവൻ റൈറ്റർ എന്ന് പറയും. കേശവൻ റൈറ്റർ. ഓക്കെ. പുള്ളിക്ക് 4 പെൺപിള്ളേരും 2 ആൺപിള്ളേരും. മൂത്ത ആളാണ് തിലകൻ. രണ്ടാമത്തെ ആള് ശശി. ശശി അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു കേരളത്തിൽ. ഇവിടെ ഇപ്പം മരിച്ചിട്ട് 2 വർഷം ആവുന്നതേ ഉള്ളൂ. 4 പെങ്ങന്മാരും ജീവിച്ചിരിപ്പുണ്ട്. വിമല, ഗീത, ശ്യാമള, രാജമ്മ. 4 പെങ്ങന്മാരും ജീവിച്ചിരിപ്പുണ്ട്. പുള്ളി തിലകൻ സാറുള്ള പഠിക്കാൻ പോയിട്ട് വരുന്ന സമയത്തെ ഇതൊരു ഓലക്കട്ടറായിരുന്നു. ഇതിന് മുൻപ്, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം അവിടെ അയൻമുട്ടിക്കാക്ക എന്ന് പറയുന്നൊരു കാക്കയെ കട നടത്തുന്നത് അന്നത്തെ കാലത്ത്. അപ്പം തിലകൻ പഠിത്തം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വിളിക്കും. വിളിച്ച മോനെ ഇതിലേ വാദം പറഞ്ഞ് വിളിക്കും. പുള്ളി മലപ്പുറംകാരനാ. ആ ഭാഷയെ വിളിക്കും. വിളിച്ചിട്ട് അവിടെ കയറിയിരുന്ന് ഒരു കടുങ്കാപ്പി കൊടുക്കും, ഒരു ബോണ്ടായും കൊടുക്കും. കൊടുത്ത് അത് കഴിച്ചാണ് പിന്നെ വീട്ടിലോട്ട് കയറി പോകുന്നത്. അത് ശരി. നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? കണ്ടിട്ട് വരാം. ശരി. ഇനിയിപ്പോൾ തിലകൻ ചേട്ടൻ്റെ വീട് ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം താമസിച്ചിരുന്ന വീട്. അപ്പോൾ ചേട്ടൻ്റെ പുറകെ ഞാനും പോവുകയാണ്. പുള്ളി ഈ നാടക ലോകത്ത് മുണ്ടകത്ത് നാടക ട്രൂപ്പിൽ കയറി കഴിഞ്ഞപ്പോഴേ വൈകുന്നേരം ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഇതിൽ ഒറ്റയ്ക്ക് നടന്നു വരും. നടന്നു വരുമ്പം അന്ന് നല്ല മുടി, നല്ല ഇവിടം വരെ ഒടിഞ്ഞ് നല്ല ഗ്ലാമറാണ് കാണാൻ. പുള്ളി കാണാൻ അന്ന് ഇതിലെ ഒറ്റയ്ക്ക് ഒരു മനോരമ വീക്കിലും പിടിച്ച് നേരെ ഇതിലൂടെ നടന്ന് ബംഗ്ലാവിലോട്ട് ചെല്ലും. പുള്ളിയുടെ അനിയൻ ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ ഒരു ഫുട്ബോൾ കോർട്ടുണ്ട് ഇവിടെ എൻ്റെ വീടിനടുത്ത്. അപ്പം പുള്ളിയുടെ അനിയൻ ശശി ഞങ്ങളെല്ലാം പന്ത് കളിക്കാനായിട്ട് ഇവിടെ കൂടും. പുള്ളിക്ക് ഈ ഫുട്ബോളിനോടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പുള്ളിക്ക് ആർട്സ്, നാടകമായിട്ടുള്ള പരിപാടിയായിരുന്നു. ആര്? തിലകന്. അനിയച്ചാർക്ക് പിന്നെ സ്പോർട്സ്, പന്ത് കളിക്കാനും ഞങ്ങളുടെ കൂടെ കളിക്കാനും ഒക്കെ വരും. അങ്ങനെ അവർ ഒരു നല്ല ഫാമിലി ആയിട്ടാണ് ഇവിടെ കഴിഞ്ഞു കൂടിയത്. 4 പെങ്ങന്മാർ, അപ്പൻ, അമ്മ, ഒരനിയൻ. അങ്ങനെ 6 പേരാണ് മക്കള്. പെങ്ങന്മാരും മിക്കവാറും ഇവർ പോയിട്ട് എത്ര വർഷമായി കാണും? ഇവിടുന്ന് പോകുന്നത് ഇവർ 60 കാലഘട്ടത്തിലാണ് ഇവിടുന്ന് പോകുന്നത്. 60 കാലഘട്ടത്തിലാണ്. ഇവിടുന്ന് നേരെ പോകുന്ന ഏന്തിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഫാദറിന് ഇവിടുന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ പോയി 2-3 ഏക്കർ സ്ഥലം മേടിച്ച് ഏന്തിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി താമസിച്ചു. അവസാനത്തിന് പുള്ളി പിന്നെ സിനിമാ ലോകത്തോട്ട് കയറി തിലകൻ. പിന്നെ അവിടുന്ന് അതെല്ലാം വിറ്റുപിറക്കി കൂടെ കളിച്ച് ചിരിച്ചൊക്കെ നടക്കുമ്പോൾ പുള്ളിക്കാരൻ ഒരു സിനിമാ നടനാവും എന്ന് സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. മുണ്ടകത്തെ നാടക ട്രൂപ്പായിട്ട് ഇങ്ങനെ നടക്കുകയല്ലേ. അത് കഴിഞ്ഞ് പുള്ളി ഇവിടെ ചങ്ങനാശ്ശേരി ഗീതയിൽ പോയി. ആദ്യമേ ചങ്ങനാശ്ശേരി ഗീത ഇതിലേക്ക് ഇരിപ്പാം. ചങ്ങനാശ്ശേരി ഗീത ക്ലബിലാണ് കൂടുന്നത്. അവിടുന്നാണ് വഴിയാണ് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഇതാ അകർന്ന ബംഗ്ലാവ് കണ്ടോ?
അങ്ങ് ഉള്ളിൽ കാണുന്നത്. അതെ അതാ ആ അതെ ഇത് ആ ഈ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ സിനിമാ ലോകത്തേക്ക് കയറി കഴിയുമ്പം വർഷത്തിൽ 1-2 പ്രാവശ്യം ഇവിടെ എല്ലാം കാണാനും ഒക്കെ വരും. അത് ലാസ്റ്റ് വരുന്നത് എൻ്റെ വീട് ഇതാ ഈ കാണുന്നത്. ആ ഞങ്ങൾ അവിടെ പോയിരുന്നു. ഇത്ര അടുത്തായിരുന്നു നിങ്ങളല്ലേ? അപ്പം ലാസ്റ്റ് ഞങ്ങൾ തമ്മിൽ കാണുന്നത് പിന്നെ പുള്ളിയുടെ 2 പെൺമക്കളുമായിട്ട് കല്യാണം വിളിക്കാൻ വന്നപ്പോഴാണ്. അപ്പോൾ ഇവിടെ മക്കളെ കോട്ടേഴ്സ് കൊണ്ട് കാണിച്ചിട്ട് കാറുമായിട്ട് ഇവിടെ നിർത്തി. എന്നിട്ട് പിള്ളേരോട് പറഞ്ഞു എന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പം ഞാനും കുടുംബം എല്ലാം കൂടെ ആറ്റി കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു. പിള്ളേർ ഓടിയെന്ന് പറഞ്ഞത് തിലകൻ സാറ് വിളിക്കുന്നു പെട്ടെന്ന് വരാൻ പറഞ്ഞു. പുള്ളി കാറുമായിട്ട് ഇവിടെ കിടക്കായിരുന്നു. ഞങ്ങൾ പിന്നെ വന്ന് 1 മണിക്കൂർ നേരം കാര്യങ്ങൾ കല്യാണം വിളിക്കാൻ വന്ന പിള്ളേരുടെ മക്കളുടെ കല്യാണം വിളിക്കാൻ വന്ന. പിന്നെ ഞാൻ ഓടി വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ പുള്ളിക്ക് ഇവിടെ റിലേഷൻ ഉണ്ടായിരുന്നു ഈ പാറൂർക്കാവ് പ്രദേശത്ത്. പുള്ളിയുടെ അച്ഛൻ ബന്ധുക്കാരുണ്ടായിരുന്നു. അവരെല്ലാം നല്ല പ്രമാണിമാരായിരുന്നു പാലക്കാട്. അപ്പോൾ അവിടെ പോയി കല്യാണം വിളിക്കാനായിട്ട് വന്നപ്പോൾ എന്നെ വിളിപ്പിച്ച് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് പിള്ളേരുടെ കല്യാണമാണ് വരണം, വരാൻ സൗകര്യമുണ്ട് പറഞ്ഞു. ഭയങ്കര തമാശ നിനക്ക് വരാൻ സൗകര്യമുണ്ട് വന്നാൽ മതിയടാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ എനിക്ക് സമയം കുറവൊന്നുമില്ല ഞാൻ വന്നേക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിലും ചിലർ പറയുന്നുണ്ട് ആള് ഭയങ്കര ദേഷ്യക്കാരനാണ്, മുൻകോപക്കാരനാ. അപ്പനെ പോലെ തന്നെയാ. അപ്പൻ്റെ അതേ സ്വഭാവമാണ്. അപ്പ ഭയങ്കര മുൻകോപിയാ. പുള്ളിയോട് കൊച്ചു പിള്ളേർ പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ ഇതിലെ ഈ കാട്ടിലെ ഇവിടെ ഒക്കെ നിൽക്കുമ്പോഴേ ചോദിക്കും സാറേ സമയം എന്നാന്ന് പോടാന്ന് പറഞ്ഞു ഓടിക്കും. പുള്ളിയുടെ ഫാദറിന്റെ അതേ സ്വഭാവം തിലകൻ ചേട്ടനും കിട്ടി. കിട്ടി. അപ്പനെ അങ്ങോട്ട് പോയെന്ന് നോക്കണ്ട. അപ്പനെ അതേ ടൈപ്പാ തിലകൻ. ഇത് അവിടുന്ന് നല്ല ദൂരം ഉണ്ടല്ലോ. ഞങ്ങൾക്ക് വലിയ ദൂരമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ വലിയ ദൂരമായിട്ട് തോന്നില്ല. വിളിച്ചാൽ അത്ര അടുത്താ. ഇത് ഇന്നിപ്പോ ഈ സ്ഥിതി ആണെങ്കിൽ അന്ന് ഇതിനേക്കാളും വലിയ കാടായിരുന്നിരിക്കും അല്ലേ? ഇത്രയും കാടൊന്നും ഇല്ലെന്ന്. ഇതെന്താ ഈ പൈപ്പ്? ഇത് ഞങ്ങൾക്ക് എല്ലാം വെള്ളം അടിക്കുന്നു. വെള്ളം വീട്ടിലേക്ക് വെള്ളം ഫാക്ടറിയിൽ നിന്ന് അടിച്ചു തരുന്ന. അപ്പോൾ ഇത് ഒരു പൈപ്പ്. ഈ പൈപ്പ് വഴിയാണ് ഇവർക്ക് വെള്ളം കിട്ടുന്നത്. ഇനി അങ്ങോട്ട് പോവാം. ഇത് കുറേ ദൂരമുണ്ട് കേട്ടോ. ആദ്യമായിട്ട് തോന്നുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മലകയറ്റമാണ്. ഇതൊരു മലകയറ്റമൊന്നുമല്ല. ഇത് പിന്നെ അടുത്താ ഞങ്ങൾക്ക്. വിളിച്ചാൽ വിളിയേക്കാം അത്ര അടുത്ത്. അത്രയും അവിടെ ഒന്ന് കൈയടിച്ചാൽ ഞങ്ങൾക്ക് കേൾക്കാം. ഇതെല്ലാം സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കേട്ടോ. കാണുന്നതൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം ചില വീടുകളുണ്ട്. ഇത് ഇവിടുത്തെ ഈ കമ്പനിയുടെ ക്വാർട്ടേഴ്സ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ക്വാർട്ടേഴ്സിലാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ്. അങ്ങനെ ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു തിലകൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബവും അച്ഛൻ അമ്മ സഹോദരങ്ങളെല്ലാമായിട്ട് താമസിച്ചത്. ഇപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നവരൻ ചേട്ടാ, ഞാൻ വന്നതുകൊണ്ട് ബുദ്ധിമുട്ടായോ? ഇല്ല, നമുക്ക് അരമണിക്കൂർ കൂടുതലില്ലല്ലോ. ഇല്ല, ഇത് വിഷു ദിനമല്ലേ. അപ്പം ഞങ്ങളൊരു ചെറിയ കമ്പനി കൂടാനൊക്കെ തുടങ്ങുമായിരുന്നു. അന്നേരം നിങ്ങളുടെ വരവ്. അന്ന് ഇതുപോലെ വാഹനങ്ങളൊന്നും ഇല്ലല്ലോ വലുതായിട്ട്. ഇല്ല, അതെ, എല്ലാവരും നടന്നൊക്കെ നടപ്പാ കൂടുതൽ. മുണ്ടക്കായത്തിനൊക്കെ ഞങ്ങൾ നടന്നാവിക്കൊണ്ട് പഠിക്കാനൊക്കെ പോകുന്നത്. സ്കൂളൊക്കെ എവിടെ ആയിരുന്നു? ഇതിനടുത്ത് തന്നെ ആയിരുന്നു. മുണ്ടക്കായ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടായിരുന്നു? ഇവിടുന്ന് 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ. അപ്പൊ എല്ലാ ദിവസവും കിലോമീറ്റർ നടന്നു പോകും. 8 കിലോമീറ്റർ. ചേട്ടാ, ഇത് ചെറിയ ദൂരമൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് ആദ്യമായിട്ട് വന്നതുകൊണ്ടായിരിക്കും. ആദ്യമായിട്ട് വന്നതുകൊണ്ടാ. ഇവിടെ നിന്നോണ്ട് ഞങ്ങളെ വിളിച്ചാൽ കേൾക്കും അത്ര അടുത്താ. ശരി. അങ്ങനെ നമ്മൾ തേടി വന്ന സ്ഥലം എത്തിയിരിക്കുന്നു. സാറുണ്ടോ അവിടെ? ഇതാണ് നമ്മൾ അന്വേഷിച്ച് വന്ന തിലകൻ ചേട്ടൻ്റെ വീട്. മലയാളത്തിൻ്റെ മഹാനടനായ ശ്രീ തിലകൻ ജനിച്ചു വളർന്ന വീടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുൻഭാഗമാണ്. നമ്മളങ്ങനെ ഒരു ചെറിയ കുന്ന് കയറി ഇങ്ങോട്ട് വരുമ്പോൾ ഈ വീടിൻ്റെ മുന്നിലേക്കാണ് വരുന്നത്. പണ്ട് കാലത്ത് ഇതൊരു അടിപൊളി വീടായിരുന്നു കേട്ടോ. അതിൻ്റെ പടിയൊക്കെ കണ്ടോ, കൽപ്പടവ് പോലെ ഒക്കെയുണ്ട്.
ഇതൊക്കെ ഇപ്പം എങ്ങും ഇല്ല. അല്ല ഈ കൂവളമൊക്കെ, ഈ മരം കൂവളം. അങ്ങനെ ഫൈനലി ഞാൻ തിലകൻ ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്താണ് ഇപ്പോൾ ഉള്ളത്. സത്യത്തിൽ വളരെയധികം ആത്മസംതൃപ്തിയോടുകൂടിയും വല്ലാത്തൊരു അനുഭൂതിയിലുമാണ് ഞാൻ ഈ മുറ്റത്ത് നിൽക്കുന്നത്. നാടകം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കലാരൂപമാണ്. വളരെ ചെറിയ കാലം മുതലേ നാടകങ്ങളോട് വല്ലാത്തൊരു കമ്പം എനിക്കും ഉണ്ടായിരുന്നു. സ്കൂൾ തലങ്ങളിലൊക്കെ ചില ചെറിയ ചെറിയ നാടകങ്ങളിലൊക്കെ ഞാൻ അഭിനയിച്ചു. കുറച്ചുകൂടെ വലുതായപ്പോൾ ഇത്തിരി വലിയ നാടകങ്ങളിലുമൊക്കെ അഭിനയിച്ചു. എന്തായാലും ആ നാടകത്തോടുള്ള കമ്പമായിരിക്കാം തിലകൻ ചേട്ടനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ സമയത്ത് ഭാഗ്യം കൊണ്ട് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായിരിക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഒരു നടന്ന കഥ എനിക്ക് ഓർമ്മ വരികയാണ്. വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ദുബായ് ഏഷ്യാനെറ്റ് റേഡിയോയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത്, അന്ന് ഒരു തിരുവോണത്തോടനുബന്ധിച്ച് ഒരു വിശേഷാൽ പരിപാടി നടത്താൻ ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡ് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഐഡിയ ഇട്ടു, ഒരു കോൺസെപ്റ്റ് പ്രോഗ്രാം ഹെഡിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അത് മറ്റൊന്നും ആയിരുന്നില്ല, മലയാളത്തിലെ പ്രമുഖരായ 10 നടീനടന്മാരുടെ ഓണസ്മൃതികൾ പങ്കുവയ്ക്കുക എന്നതായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ കോൺസെപ്റ്റ്. അങ്ങനെ ആ കോൺസെപ്റ്റിൽ ആദ്യം ഞാൻ വിളിച്ചത് തിലകൻ ചേട്ടനെയായിരുന്നു. പിന്നീടുണ്ടായ കാര്യമാണ് ഈ തിരുമുറ്റത്ത് വെച്ച് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിക്കുന്നു. അദ്ദേഹമാണ് എനിക്ക് പലരുടെയും നമ്പറുകൾ, സിനിമാ മേഖലയിലുള്ള പലരുടെയും നമ്പർ അദ്ദേഹമാണ് എനിക്ക് തരാറുള്ളത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം എനിക്ക് നമ്പർ തന്നപ്പോൾ ഈ ചിലയിടത്തൊക്കെ എന്താ പറയുക, പ്രത്യേകം ഒരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം ഈ നമ്പർ തന്നപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. ശ്രീകുമാറെ, നീ വേറെ ആരെയും വിളിക്കുന്നത് പോലെയല്ല തിലകൻ ചേട്ടനെ വിളിക്കുമ്പം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അദ്ദേഹത്തിനെ ഒരു മയത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അദ്ദേഹത്തെ നമ്മുടെ വരുതിക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ ഇൻ്റർവ്യൂവിന് അദ്ദേഹം സമ്മതം തരികയുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഒരു മയത്തിലൊക്കെ വേണം കാര്യങ്ങൾ പറയാൻ. നിനക്ക് അദ്ദേഹം ഇൻ്റർവ്യൂ തന്നാൽ അത് നിൻ്റെ ഭാഗ്യമായി കണക്കാക്കുകയും ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ എനിക്കും തോന്നിച്ചു. കാരണം ഒന്നാമത് തിലകൻ ചേട്ടനെ കുറിച്ച് നേരിട്ടൊന്നും നമുക്ക് കാര്യങ്ങൾ അറിയില്ലെങ്കിലും പൊതുവിൽ പറയപ്പെടുന്നത് അദ്ദേഹം കുറച്ച് പരുക്കനാണ്, കുറച്ച് എന്താ പറയുന്നത്, അങ്ങ് പെട്ടെന്ന് വഴങ്ങിത്തരുന്ന ഒരാളല്ല എന്നൊക്കെയായിരുന്നു പലരും, എന്നോടല്ല സിനിമാ മേഖലയിലുള്ള പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഞാനും അത് കേട്ടിട്ടുണ്ട്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ തിലകൻ ചേട്ടനെ വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ തിലകൻ ചേട്ടനെ വിളിച്ചു. ഒരു 2-3 ബെല്ലൊക്കെ റിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിലകൻ ചേട്ടൻ ഫോൺ എടുത്തു. അപ്പം ഞാൻ ആകെപ്പാടെ പേടിച്ചിട്ടാണ് ഞാൻ തിലകൻ ചേട്ടനെ വിളിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഈ നമ്പർ തന്ന എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, സൂക്ഷിച്ച് വേണം വിളിക്കാൻ, ഇത് തരപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഇത് ഒത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ ഭാഗ്യം. അപ്പോൾ അതുകൊണ്ട് എല്ലാ കരുതലോടും കൂടിയാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ തിലകൻ ചേട്ടൻ ഫോൺ എടുത്തു. ഹലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നമസ്കാരം, ഞാൻ ശ്രീകുമാർ, ദുബായ് ഏഷ്യാനെറ്റ് റേഡിയോയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങളിങ്ങനെ ഒരു ഓണത്തിന് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ മലയാളത്തിൽ പ്രമുഖരായിട്ടുള്ള നടീനടന്മാരുടെ ഓണസ്മൃതികൾ പങ്കുവയ്ക്കുന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ എനിക്ക് ചേട്ടനെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ചേട്ടൻ്റെ ഓണത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു സ്മൃതി ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം, ഒന്ന് പങ്കുവയ്ക്കണം എന്നൊന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഞാൻ ഇത്രയും സംസാരിക്കുമ്പോൾ ഒരനക്കവും ഇല്ല. ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അത് എനിക്ക് ഓണം ഉണ്ടെന്ന് തന്നോട് ആരാ പറഞ്ഞേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തന്നെ ആൾപ്പാടെ ഞെട്ടി. ഇതെന്ത് ഓണം ഉണ്ടെന്ന് എന്നോട് ആരാ പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഉടനെ വീണ്ടും അദ്ദേഹം, തന്നോട് ആരാ പറഞ്ഞ് എനിക്ക് ഓണം ഉണ്ടെന്ന്? ഞാൻ പറഞ്ഞു, ചേട്ടാ എല്ലാവർക്കും ഓണം ഉണ്ടല്ലോ. ഞാൻ പിന്നെ അങ്ങോട്ട് പറയാൻ എനിക്ക് തന്നെ മടി. ഞാനിങ്ങനെ വാക്കുകൾ ഉടക്കിയായിരുന്നു പറഞ്ഞത്. ഉടനെ അദ്ദേഹം വീണ്ടും അതിന് മറുപടിയായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറഞ്ഞു, എനിക്ക് ഓണമൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ അങ്ങനെ? ഉടനെ അദ്ദേഹം അതിന് തക്കതായിട്ടുള്ള കാരണം എന്താണെന്ന് എന്നോട് വിശദീകരിച്ചു. ഈ സംഭവം നടക്കുന്നത് തിലകൻ ചേട്ടൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. അപ്പോൾ തിലകൻ ചേട്ടൻ്റെ ഏതാണ്ട് സ്കൂൾ കോളേജ് കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകരംഗത്ത് അദ്ദേഹം സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രൊഫഷണൽ നാടകം തന്നെയാണ്, പക്ഷേ ഈ ക്ലബിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 1-2 നാടകങ്ങൾ, ഈ ചെറിയ ചെറിയ നാടക സമിതികളുണ്ടല്ലോ, ക്ലബിൻ്റെയൊക്കെ നാടക സമിതികൾ, അങ്ങനത്തെ നാടക സമിതികളിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഈ മുണ്ടക്കയത്ത് തന്നെയുള്ള, അതായത് എനിക്ക് തോന്നുന്നത് ഈ വീടിൻ്റെ എവിടെയെങ്കിലും ആയിരിക്കണം, ഈ പരിസരത്ത് എവിടെയെങ്കിലും ആയിരിക്കണം, ഒരു ക്ലബ്ബുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ ദാമോദരൻ ചേട്ടനോട് ചോദിക്കാനും മറന്നുപോയി. എന്തായാലും ഈ പരിസരത്ത് എവിടെ ഒരു ക്ലബ്ബുണ്ടായിരുന്നു.
അത് മുണ്ടക്കയത്താണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ക്ലബിൻ്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരു നാടകം നടത്താനായിട്ട് ഈ ക്ലബിൻ്റെ ഭാരവാഹികളും അതിനകത്ത് തിലകൻ ചേട്ടനും ഉണ്ട്, ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചു. എന്തായാലും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും തിലകൻ ചേട്ടനായിരുന്നു. അങ്ങനെ തിലകൻ ചേട്ടൻ നാടകമൊക്കെ എല്ലാം ചിട്ടപ്പെടുത്താനായിട്ടുള്ള ശ്രമം തുടങ്ങി. 10 പൈസ ഇവരുടെ ആരുടെയും കയ്യിലില്ല. അപ്പോൾ തിലകൻ ചേട്ടൻ്റെ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജീവനേക്കാൾ വലുതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ സകല ഉത്തരവാദിത്വവും ഏറ്റെടുത്തു. പക്ഷേ ആരുടെയും കയ്യിൽ ഈ നാടകം രംഗത്ത് അവതരിപ്പിക്കാനുള്ള പൈസയില്ല. എന്തായാലും റിഹേഴ്സലൊക്കെ തുടങ്ങി, കുറേ ദിവസം റിഹേഴ്സലൊക്കെ കഴിഞ്ഞു. നാടകം 2-3 ദിവസത്തിനുള്ളിൽ അരങ്ങത്ത് കയറണം, അല്ലെങ്കിൽ അരങ്ങത്ത് കൊണ്ടുവരണം. അങ്ങനെ ഇരുന്നപ്പോൾ പൈസ ഇല്ലാതെ വന്ന സമയത്ത് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. എന്താണെന്നോ, ഈ വീട്ടിൽ വന്നിട്ട് അന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ കഴുത്തിലൊരു സ്വർണ്ണമാലയൊക്കെ ഉണ്ട്. ഈ മാല അമ്മ ജോലി ചെയ്യുന്നതിനിടയിൽ അകത്ത് ബെഡ്റൂമിനകത്ത് കട്ടിലിൻ്റെ തലയണയില്ലേ, പില്ലോ, അതിനടിയിൽ എപ്പോഴും ഊരി വെക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ പറമ്പിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചിലർ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അപ്പം ഇവർ ഈ മാല അമ്മ ഊരി ഈ തലയണയുടെ അടിയിൽ വെക്കുന്നൊരു പതിവുണ്ട്. ഇത് തിലകൻ ചേട്ടന് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ അദ്ദേഹം ഈ കയ്യിൽ പൈസ ഇല്ലാതെ വന്ന ആ ഒരു സമയത്ത്, ആ ഒരു ഘട്ടത്തിൽ അമ്മ അറിയാതെ ഈ മാല എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഈ മാല കൊണ്ടുപോയി വിറ്റു എന്നാണ് എൻ്റെ വിശ്വാസം. അതെ, വിറ്റു എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ വിറ്റു, ആ പൈസയൊക്കെ കിട്ടി. നാടകം ഏതാണ്ട് ഒരുവിധം എല്ലാം ചിട്ടപ്പെടുത്തി. നാടകത്തിന് കുറേ പൈസ ചിലവുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഈ കിട്ടിയ പൈസയ്ക്കകത്ത് സ്വരൂപിച്ച് റെഡിയാക്കി തിരുവോണത്തിൻ്റെ അന്നോ മറ്റോ ആണ് ഈ നാടകം അവതരിപ്പിക്കേണ്ടത്. എന്തായാലും തിരുവോണത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. എല്ലാവരും അവരവരുടെ വീട്ടിൽ വന്ന് അച്ഛനമ്മമാരും ഒക്കെ ആയിട്ടിരുന്ന്, സഹോദരങ്ങളൊക്കെ ആയിട്ടിരുന്ന് ഒരു സദ്യ ഉണ്ണണം. അത് ഓണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ തിലകൻ ചേട്ടനും തിരുവോണത്തിൻ്റെ അന്ന് ഈ നാടക ക്യാമ്പിൽ നിന്ന് റിഹേഴ്സൽ എല്ലാം ഒരുവിധം ഒതുക്കിയൊക്കെ വെച്ചതിന് ശേഷം അദ്ദേഹം ഈ വീട്ടിലേക്ക് കയറി വന്നു. ആ കാണുന്ന വഴിയിലൂടെ, നേരത്തെ ഞാനും ദാമോദരൻ ചേട്ടനോടെ നടന്നു വന്നത് ആ വഴിയിലൂടെയാണ്. ആ വഴിയിൽ കൂടെ നടന്ന് ഇങ്ങനെ കറങ്ങി ഇതിലേക്കൂടെ ഇങ്ങനെ വന്ന് ഞാൻ ഈ നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ വഴിയിൽ കൂടെ തിലകൻ ചേട്ടൻ ഇങ്ങനെ നടന്ന് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ തിലകൻ ചേട്ടന് നാടകവുമായിട്ടൊക്കെ നടക്കുന്നതിന് വീട്ടുകാരിൽ നിന്ന് നല്ല എതിർപ്പുണ്ട്, പ്രത്യേകിച്ച് അച്ഛനിൽ നിന്ന്. കാരണം അച്ഛൻ്റെ ആഗ്രഹം തിലകൻ ചേട്ടനെ ഒരു നല്ല സർക്കാർ ഉദ്യോഗസ്ഥനോ മറ്റോ ആക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് പഠിപ്പിക്കാനൊക്കെ വിട്ടത്. ഇവർ 6 മക്കളാണെന്നറിയാമല്ലോ. അങ്ങനെ തിലകൻ ചേട്ടനെ പഠിപ്പിക്കാൻ വിട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൂടുതലായിട്ട് നാടകത്തിലായിരുന്നു. അപ്പോൾ അത് അച്ഛൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അച്ഛൻ അതിൻ്റേതായിട്ടുള്ള എല്ലാ ദേഷ്യവും അമർഷവും കാണിക്കാൻ പറ്റുന്നിടത്തോളം ഒക്കെ തിലകൻ ചേട്ടനോട് കാണിക്കാറുമുണ്ട്. എന്തായാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാം. തിലകൻ ചേട്ടനും അറിയാം, അച്ഛനും അറിയാം, സഹോദരങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു കണക്കുകൂട്ടലുമായിട്ടാണ് തിലകൻ ചേട്ടൻ അന്നേ ദിവസം വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു. ഞാൻ ഈ കയറുന്നത് പോലെ ഒരു പക്ഷേ മനസ്സിലൊരല്പം ഭീതിയൊക്കെ ആയിട്ട് തിലകൻ ചേട്ടൻ വീടിനുള്ളിലേക്ക് കയറി ചെന്ന് കാണും. എന്തായാലും വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ അവിടെ സദ്യ ഉണ്ണാനായിട്ട് എല്ലാവർക്കും ഇലകൾ ഇങ്ങനെ നിരത്തി ഇട്ടിരുന്നു. തിലകൻ ചേട്ടൻ ആരോടും ഒന്നും മിണ്ടുന്നില്ല, ആരും തിലകൻ ചേട്ടനോടും ഒന്നും മിണ്ടുന്നില്ല. നേരെ ചെന്ന് ആ സദ്യയ്ക്ക് ഇലയിട്ടിരിക്കുന്നിടത്ത് ചെന്ന് ഒരിലയുടെ സമീപത്തായിട്ട് ചെന്നിരുന്നു. ഇപ്പോൾ കറികളൊക്കെ കൊണ്ട് വിളമ്പും, പിന്നെ അതിന് ശേഷം ചോറ് വിളമ്പും, അങ്ങനെ സദ്യ ഉണ്ണാം എന്നുള്ള ആ ഒരു വിശ്വാസം കൊണ്ടാണ് തിലകൻ ചേട്ടൻ അവിടെ ചെന്നിരുന്നത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അവിടെ ഉണ്ടായി. അതായത് തിലകൻ ചേട്ടൻ വന്ന് ഈ ഇലയുടെ അടുത്ത് വന്നിരിക്കുന്നത് കണ്ടുകൊണ്ട് ഉള്ളിലിരുന്ന അച്ഛൻ, അദ്ദേഹത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, നല്ല ദേഷ്യമുണ്ട്. അപ്പോൾ കുറേ ദിവസമായി ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് നാടകത്തിൻ്റെ പേരും പറഞ്ഞ് തിലകൻ ചേട്ടൻ പോയിട്ട് തന്നെ. ഈ ദേഷ്യമെല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ സദ്യ ഉണ്ണാനായിട്ട് വന്നിരുന്ന ഈ മകനെ കണ്ടുകൊണ്ട് ദേഷ്യപ്പെട്ട് അദ്ദേഹം ഓടി വന്നിട്ട് ഈ ഇലയെടുത്ത് ദൂരേക്കൊരു ഏറെറിഞ്ഞു. ഇത് തിലകൻ ചേട്ടൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. നിൻ്റെ കൂടിരുന്നോ അല്ലെങ്കിൽ നീ ഈ സദ്യ ഉണ്ണുന്നതിനോടോ ഞങ്ങൾക്ക് താല്പര്യമില്ല, അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ള ആ ഒരു സൂചനയാണ് ആ ഇലയെടുത്തെറിഞ്ഞതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. എന്തായാലും ആ ഇലയെടുത്തെറിഞ്ഞപ്പം തിലകൻ ചേട്ടന് കാര്യം മനസ്സിലായി. തിലകൻ ചേട്ടൻ ഒന്നും മിണ്ടിയില്ല, ആരോടും ഒന്നും മിണ്ടിയില്ല. ഒരു ദേഷ്യപ്പെടലോ പരിഭവമോ ഒന്നും പറയാതെ അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും ഇങ്ങനെ വെളിയിലേക്ക് വന്ന് ഈ പടിയിറങ്ങി തിലകൻ ചേട്ടൻ ഇറങ്ങി പോകാൻ തന്നെ തീരുമാനിച്ചങ്ങനെ വെളിയിലേക്ക് ചെന്ന് ഏതാണ്ട് ആ ഭാഗത്ത് ചെന്ന് അങ്ങ് താഴേക്ക് ഇറങ്ങി നടക്കുമ്പോൾ മുകളിൽ നിന്നുകൊണ്ട് അമ്മ വിളിച്ചു, തിലകൻ ചേട്ടനെ പിറകെ വിളിച്ചു, ഡാ നീ എങ്ങോട്ട് പോവാ?
അപ്പോൾ താഴെ ഇവിടെ കണ്ടല്ലോ തട്ടായിട്ടുള്ള ഭൂമിയാണ്. അപ്പോൾ അതിലെ രണ്ടാമത്തെ മൂന്നാമത്തെ തട്ടിൽ നിന്നുകൊണ്ട് തിലകൻ ചേട്ടൻ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് അമ്മ ഇങ്ങനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ, ഒന്നും മറുപടി പറഞ്ഞില്ല. ഉടനെ അമ്മ വീണ്ടും ചോദിച്ചു, എടാ നിന്നോടാ ചോദിച്ചത്, നീ എങ്ങോട്ട് പോവാ, നീ കയറി വാടാന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ തിലകൻ ചേട്ടൻ വീണ്ടും തിരിച്ചു വന്നപ്പോൾ അമ്മ ചോദിച്ചു, എടാ നീ എൻ്റെ മാല എടുത്തോ? തിലകൻ ചേട്ടൻ ഒന്നും മിണ്ടിയില്ല. എടാ നിന്നോടാ ചോദിച്ചേ, മാല എടുത്തോന്ന്. തിലകൻ ചേട്ടൻ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ആ എടുത്ത്. അപ്പം അമ്മ ചോദിച്ചു, എടുത്തിട്ട് നീ എന്തോ ചെയ്തു? അത് ഞാൻ വിറ്റ്. ഉടനെ ആ വിറ്റു എന്നുള്ള ആ വാക്ക് കേട്ട ഉടനെ അമ്മ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിങ്ങനെ തലയ്ക്ക് അടിച്ച്, ഈ രണ്ട് കൈയും ഇങ്ങനെ തലയ്ക്ക് അടിച്ച് ഇങ്ങനെ അങ്ങ് വല്ലാതെ ഒരു ഷോക്ക് ഏറ്റതുപോലെ അമ്മ അങ്ങ് നിന്നു. അപ്പോൾ തിലകൻ ചേട്ടൻ ഒന്നും മനസ്സിലായില്ല. എന്നിട്ട് അമ്മ അതിൽ നിന്നൊന്ന് മാറിയിട്ട് അമ്മ പറഞ്ഞു, എടാ കാലമാടാ, നീ ആ മാല കൊണ്ട് വിൽക്കാൻ പോയപ്പം ആ മാലയിലോട്ടൊന്ന് നന്നായിട്ട് നോക്കിയോടാ. തിലകൻ ചേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുക, ഒന്നും മനസ്സിലാവുന്നില്ല. വീണ്ടും അമ്മ കണ്ടിന്യൂ ചെയ്തു, എടാ അതിനകത്ത് നിൻ്റെ അച്ഛൻ എൻ്റെ കഴുത്തെ ഇട്ട് തന്ന താലിമാല ഉണ്ടായിരുന്നടാ കാലമാടാ എന്ന് പറയുകയും ചെയ്തു. ഒരു ഇടിമിന്നലേറ്റതുപോലെ ആയിരുന്നു തിലകൻ ചേട്ടനെ എന്ന് തിലകൻ ചേട്ടൻ അന്ന് പറഞ്ഞത് ഇന്ന് ഞാൻ ഓർക്കുന്നു. ആ വാക്കുകൾ, അതായത് അച്ഛൻ അമ്മയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്ത താലിമാലയാണ്, ആ താലി അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ തിലകൻ ചേട്ടൻ അതൊന്നും ഓർത്തില്ല. ആ കാശിൻ്റെ ആവശ്യം വന്നപ്പോൾ നേരെ വീട്ടിൽ വരുന്നു, ഉള്ളി കയറുന്നു, തലേണയുടെ അടിയിൽ നിന്ന് ആ മാല എടുക്കുന്നു, കൊണ്ടുപോയി വിൽക്കുന്നു. സ്വാഭാവികമായിട്ടും ആരും അങ്ങനെ അതൊന്നും ശ്രദ്ധിക്കത്തില്ല. പക്ഷേ അമ്മ ഇത് പറഞ്ഞു കേട്ടപ്പോൾ തിലകൻ ചേട്ടന് മിന്നലടിച്ചതുപോലെ. എന്തായാലും ആ കഥ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒറ്റ വരിയിൽ എന്നോട് കാര്യങ്ങൾ പറഞ്ഞങ്ങ് നിർത്തി. ആ പറഞ്ഞ അവസാനത്തെ വരിയും എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എന്നോട് പറഞ്ഞു, ആ സംഭവത്തോടു കൂടി ഞാൻ എൻ്റെ ഓണാഘോഷം നിർത്തിയിടും, പിന്നെ ഞാൻ ഇന്നേ വരെ ഓണം വ്യക്തിപരമായി ആഘോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്നത്തെ ഈ വരവും തിലകൻ ചേട്ടൻ്റെ ഈ വീടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ഈ മുറ്റത്ത് നിന്നുകൊണ്ട് തിലകൻ ചേട്ടൻ്റെ ഈ പഴയ കാലത്തെ ഒരു അനുഭവം എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, യാദൃച്ഛികമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദിവസങ്ങളിലേക്കും കടന്നു വരും. എന്തായാലും ഇന്നത്തെ ഈ ദിവസം എൻ്റെ ഓർമ്മയിൽ എന്നും നിറഞ്ഞു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, തിലകൻ ചേട്ടനെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നടനാണ്. മലയാളികൾക്കാകമാനം തിലകൻ ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു നടൻ തന്നെയാണ്. കാരണം അത്രത്തോളം പ്രാഗൽഭ്യമുള്ള അല്ലെങ്കിൽ കഴിവുള്ള ഒരു നടൻ തന്നെയായിരുന്നു അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിൻ്റെ അനശ്വരമായ ആ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീടിൻ്റെ മുന്നിൽ നിന്ന് തിരിച്ച് യാത്രയാവുകയാണ്. എനിക്കിനി കുറേ ദൂരം യാത്ര ചെയ്യണം, എങ്കിലേ എൻ്റെ വീട്ടിലെത്താൻ പറ്റൂ. ഇപ്പോൾ കേരളത്തിൽ ആകെപ്പാടെ നല്ല ചൂടാണ്, ഇവിടെ നല്ല ചൂടുണ്ട്. ഇപ്പം തിരിച്ചെങ്കിൽ എനിക്ക് ഒരു രാത്രിയോട് കൂടിയെങ്കിലും വീട്ടിലെത്താൻ പറ്റൂ. അപ്പോൾ വീണ്ടും മറ്റൊരു വിശേഷവുമായിട്ട് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും